ഹായ്. ഫുട്ബോൾ കളിക്കാൻ അതിയായി ആഗ്രഹിച്ച് ക്ലാസ് കട്ട് ചെയ്ത് കളിക്കാൻ പോയ റൊണാൾഡോയോട് ടീച്ചർ ചോദിക്കുന്നുണ്ട്, ഈ ഫുട്ബോൾ കൊണ്ട് നിൻ്റെ വയറ് നിറയുമോ എന്ന്. അതിന് അദ്ദേഹം കൊടുത്ത മറുപടി ഒരു ഔട്ട്സ്റ്റാൻഡിങ് പ്ലെയർ ആയിട്ടായിരുന്നു. ഒന്നിനും കഴിയാത്തവൻ വിഡ്ഢിയെന്ന് കളിയാക്കിയ എബ്രഹാം ലിങ്കൺ പ്രതികാരം വീട്ടിയത് അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ടായിരുന്നു. കളിക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്നും പുറത്താക്കിയ എഡിസൺ പ്രതികാരം വീട്ടിയത് ഒരു ശാസ്ത്രജ്ഞനായിട്ടായിരുന്നു. അതുപോലത്തെ ഒരുപാട് ഇൻസ്പയർ ആയിട്ടുള്ള പ്രതികാരങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നും പ്രതികാരങ്ങൾ നടക്കുന്നുണ്ട്. എങ്ങനെയാണ്? ഒന്ന് കൺതുറച്ച് നോക്കിയതിൻ്റെ പേരിൽ കത്തിക്കൊണ്ട് വെട്ടിക്കൊല്ലുന്ന പ്രതികാരം, വെട്ടിക്കേറി കൈകാലുകൾ അറുത്തുമാറ്റുന്ന പ്രതികാരം. ഇന്നത്തെ പ്രതികാരങ്ങൾ അങ്ങനെ മാത്രമാണെന്ന് ചിന്തിക്കുമ്പോഴും ഇന്നും ഒരുപാട് ഇൻസ്പയർ ആക്കാൻ പറ്റിയ പ്രതികാരങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് ലൈഫിൽ ഒരുപാട് ഇൻസ്പയർ ആക്കേണ്ട ചില വ്യക്തിത്വങ്ങൾ ഇന്നും ജീവിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം SSLC റിസൾട്ട് വന്നു. പല കുട്ടികൾക്കും പല സ്കോറുകളായിട്ടായിരുന്നു നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടത്. അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കുട്ടിയുടെ മാർക്കുണ്ട്. A+, 3 Aയുമായിരുന്നു. അത്ഭുതപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ ആ കുട്ടിയുടെ പാസ്റ്റ് എന്താന്നുള്ളത് എനിക്ക് പൂർണ്ണമായിട്ടും അറിയാം എന്നുള്ളത് മാത്രമായിരുന്നു. കാരണം എല്ലാ ഉടായ്പും കളിക്കുന്ന, പഠിക്കാൻ വളരെ മോശമായിട്ടുള്ളൊരു വ്യക്തി, 9ാം ക്ലാസ് വരെ പഠിക്കാത്ത, മാർക്ക് സ്കോർ ചെയ്യാത്ത ഒരു കുട്ടി. അപ്പോൾ അവനോട് ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ അവൻ്റെ മാർക്കിൻ്റെ പിന്നിലുണ്ടായിട്ട് ഒരുപാട് വലിയ കഥകൾ പറയുകയുണ്ടായിട്ടുണ്ട്. സത്യത്തിൽ അവൻ്റെ ആ മാർക്ക് ഒരു പ്രതികാരമായിരുന്നു. വാക്കുകൊണ്ട് പ്രതികാരം വീട്ടുന്ന സമയത്ത് പ്രവൃത്തി കൊണ്ടുള്ള പ്രതികാരമായിരുന്നു അവൻ്റെ ആ മാർക്ക്. അവൻ ഓരോ കഥകളിങ്ങനെ പറയാം. 9ാം ക്ലാസ് വരെ പഠിക്കാൻ കഴിയാത്തൊരു വ്യക്തിത്വമായിരുന്നു ഞാൻ. 10ാം ക്ലാസ്സിലേക്ക് മാർക്ക് സ്കോർ കിട്ടൂല എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് സ്വന്തം പിതാവിനോട് അവൻ പറയുന്നുണ്ട് അത്രേ, ഞാൻ സ്കൂളിൽ പോകുന്നില്ല, ഞാൻ വല്ല പണിക്കും പോയിക്കോട്ടെ എന്ന്. പക്ഷെ പിതാവിൻ്റെ പിടിവാശി കാരണം, അല്ലെങ്കിൽ SSLCൻ്റെ ഇമ്പോർട്ടൻ്റ് എത്രത്തോളം എന്ന് മനസ്സിലാക്കിയ പിതാവ് അവനെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാണ്. ആർക്കോ വേണ്ടിയിട്ട് അവൻ സ്കൂളിൽ പോവാണ്. എക്സാമുകളൊക്കെ വരുന്നുണ്ട്. പതിവ് പോലെ തന്നെ മാർക്ക് വളരെ കുറവാണ്. അങ്ങനെ സ്കൂളിലുണ്ടായിട്ടുള്ള ഒരു അടിപിടി കാരണം അവനെ സസ്പെൻഷൻ ചെയ്യുകയാണ്. ഇനി സ്കൂളിലേക്ക് വരണ്ട എന്ന് അധ്യാപകരൊക്കെ പറയാണ്. ഓരോ പാരൻസ് മീറ്റിങ്ങിലും അധ്യാപകർ ഇവൻ പഠിക്കില്ല, ഇവനെല്ലാം കളിയാണ് എന്നിങ്ങനെ പറഞ്ഞ് അവനെങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ സസ്പെൻഷനും കൂടി എനിക്ക് എത്തിയത്. അങ്ങനെ ഒരുപാട് കാലം വീട്ടിൽ തന്നെ തനിച്ച് നിൽക്കുക. പിന്നെ അവൻ്റെ പിതാവ് പഠിക്കാൻ വേണ്ടി ഒരു ട്യൂഷൻ സെൻ്ററിലേക്ക് പോകുന്നുണ്ട്. നല്ല മാർക്ക് സ്കോർ ചെയ്യണം, അല്ലെങ്കിൽ നല്ല പഠിക്കാൻ കഴിവുള്ള കുട്ടികൾ മാത്രം എന്നുള്ള ഒരു ട്യൂഷൻ സെൻ്ററിൽ അവൻ്റെ യോഗ്യതാ പരീക്ഷ നടക്കുക. പരീക്ഷയിൽ അവൻ ഫെയിലായിട്ടാണ്. മാത്സിൽ ഗുണിക്കാനും ഹരിക്കാനും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനവിടെ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റൂല എന്ന് അവൻ്റെ പിതാവിനോട് പറയാം. നിങ്ങളെ മോൻക്ക് മാത്സിൽ ബേസിക് ആയിട്ടുള്ള ഗുണനവും ഹരണം പോലും അറിയില്ല എന്ന് സ്വന്തം ആ കുട്ടിയുടെ മുമ്പ് വെച്ചിട്ട് അവരോട് പിതാവിനോട് പറയാം. പക്ഷേ പിതാവിൻ്റെ പിടിവാശി കാരണം ആ ഒരു ട്യൂഷൻ സെൻ്ററിൽ തന്നെ അവനെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. പിന്നീട് വീട്ടിലിരുന്നിട്ട് ഏകദേശം പരീക്ഷയുടെ 1-2 മാസങ്ങൾക്ക് മുമ്പ് അവൻ പഠിക്കാൻ തുടങ്ങുക. വീട്ടുകാരുടെയും കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും കുറ്റപ്പെടുത്തലുകൾ എന്നും അവൻ്റെ പിന്നിലുണ്ടായിരുന്നു. പക്ഷേ പഠിക്കണം എന്നവനെ തോന്നിപ്പിച്ചത് അവൻ്റെ മാതാപിതാക്കളാണ്. പലരും കുറ്റപ്പെടുത്തുമ്പോഴും പലരും കളിയാക്കുമ്പോഴും എന്നെക്കൊണ്ട് സാധിക്കും, നീ പഠിക്കുകയെന്ന് അവനോട് പറഞ്ഞത് എൻ്റെ മാതാപിതാക്കളാണ് അത്രേ. ഞാനവനെ പഠിക്കാൻ തുടങ്ങുക. ഏകദേശം 1 മാസം അവൻ കഷ്ടപ്പെട്ട് പഠിക്കുക. കളിക്കാൻ പോകുന്ന സമയത്ത് പോലും അവൻ പഠിക്കുകയാണ്. അങ്ങനെ മാർക്ക് പരീക്ഷ കഴിഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ അൽഹംദുലില്ലാ
A+ഓട് കൂട്ടിയിട്ട് അവൻ പാസ്സാവാണ്. എന്നിട്ട് അവൻ പറയുന്നൊരു വാക്കുണ്ട്, നമ്മളൊക്കെ പറയാറുണ്ട്, 10ാം ക്ലാസ്സിലെ മാർക്കെന്ന് പറഞ്ഞത് 9 കൊല്ലം നമ്മൾ എന്താണോ പഠിച്ചത് അതായിരിക്കും നമ്മളെ 10ാം ക്ലാസ്സിലെ മാർക്ക് എന്ന്. എന്നിട്ട് അവൻ എന്നോട് പറയാ, ആർക്കും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ആർക്കും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, നമ്മളൊന്ന് പഠിച്ചാൽ മാത്രം മതി. അവൻ്റെ ആ മാർക്ക് സത്യത്തിൽ അവൻ്റെ ആഗ്രഹം അല്ലായിരുന്നു, പക്ഷെ അവൻ്റെ പ്രതികാരമായിരുന്നു. അവനെ കളിയാക്കിയവർ, അവനെ കുറ്റപ്പെടുത്തിയവരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കണം എന്ന അവൻ്റെ പ്രതികാരമായിരുന്നു അവൻ്റെ ആ മാർക്ക് എന്നുള്ളത്. ഇന്ന് കത്തിക്കൊണ്ട് കുത്തി പ്രതികാരം കിട്ടുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ നമ്മൾ ഇൻസ്പയർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് മനോഹരമാകും. ഒരു ചെറിയ പരാജയത്തിൽ ഭയക്കാതെ ആ ഒരു പരാജയം വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ജീവിതം മനോഹരമാക്കാൻ പറ്റും.